നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. വിചാരണ കോടതി വിധിച്ച ശിക്ഷ മരവിപ്പിക്കണമെന്ന സുനിയുടെ ഹർജി ഹൈക്കോടതി തള്ളി. കേസിൽ നൽകിയ അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം. എന്നാൽ ഇരയായ നടിയുടെ അന്തസ്സും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിചാരണ കോടതി സുനിയെ 20 വർഷം തടവിനാണ് ശിക്ഷിച്ചത്. നടന്നത് അതീവ ഹീനമായ കുറ്റകൃത്യമാണെന്നും വിചാരണ കോടതി ഒന്നാം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും നടിയെ ബോധിപ്പിച്ചു. പ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചാൽ അത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കുന്നതിന് തുല്യമാണെന്ന് നടി വാദിച്ചു. പൾസർ സുനി ഒരു കൊടും ക്രിമിനൽ ആണെന്ന് പ്രതിക്ക് ജാമ്യം നൽകുകയോ ശിക്ഷ മരവിപ്പിക്കുകയോ ചെയ്യരുതെന്ന് സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതിക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന സർക്കാരിന്റെ അപ്പീൽ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. തുടർച്ചയായ ജാമ്യാപേക്ഷ നൽകി കോടതിയുടെ സമയം കളഞ്ഞതിന് പ്രതിക്ക് മുൻപ് പിഴയിട്ടിട്ടുള്ള കാര്യം പ്രോസിക്യൂഷൻ ഓർമ്മിപ്പിച്ചു. കൂടാതെ സുപ്രീം കോടതി ജാമ്യം നൽകി 1 മാസം തികയും മുൻപ് പ്രതി മറ്റൊരു കേസിൽ പ്രതിയായത് സുനി ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും സർക്കാർ വാദിക്കുന്നു. ഇരുഭാഗത്തിന് വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് പൾസർ സുനിയുടെ ഹർജി തള്ളാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ പ്രധാന അപ്പീൽ നിലവിൽ ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണ്.